കുറ്റവാളികൾ ജാഗ്രത, എവിടെ പോയി ഒളിച്ചാലും പൊക്കിയിരിക്കും. കർണാടക ആന്ധ്ര അതിർത്തിയിൽ നിന്നും കുറ്റവാളിയെ സാഹസികമായി പിടികൂടി കേരള പോലീസിന്റെ കലക്കൻ പെർഫോമൻസ്. തൃശൂർ ജില്ലാ പോലീസ് ടീമിന്റെ കുറ്റാന്വേഷണ പാടവമാണ് ക്രിമിനലുകളുടെ മാളങ്ങളിൽ കടന്നു ചെന്നുള്ള കോമ്പിംഗ് ഓപ്പറേഷനിൽ പുതിയ ചരിത്രം എഴുതിയത്. ആളൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 27/2023 എന്ന കേസിലെ പ്രതിയായ കണ്ണൂർ ആലക്കോട് സ്വദേശി ബിബിൻ സണ്ണി എന്ന ക്രിമിനലിനെയാണ് അന്തർ സംസ്ഥാന ഓപ്പറേഷനിലൂടെ പോലീസ് തന്ത്രപരമായി പൊക്കിയത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPSന്റെ നിർദ്ദേശാനുസരണം ആളൂർ SHO മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പൂട്ടിയത്. കൊലപാതക ശ്രമത്തിലെ പ്രതിയായ ബിബിൻ 1 വർഷത്തിലേറെക്കാലമായി വേഷം മാറി ഒളിവിൽ കഴിഞ്ഞിരുന്ന കർണാടക ആന്ധ്ര ബോർഡറിലുള്ള കോലാർ ജില്ലയിലെ ഇറങ്കമുത്തനഹള്ളി എന്ന ഗ്രാമത്തിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് സാഹസികമായി ഇയാളെ പിടികൂടിയത്. 2023 ജനുവരി മാസത്തിൽ മുരിയാടുള്ള എംപറർ ഇമ്മാനുവൽ ചർച്ചിലെ വിശ്വാസിയായ ജ്ഞാനപ്രകാശ് എന്ന യുവാവിനെ കത്തികൊണ്ട് മാരകമായി കുത്തിമുറിവേൽപ്പിച്ച ശേഷം കടന്നുകളഞ്ഞ കേസിലെ പ്രതിയാണ് പിടിയിലായ ബിബിൻ സണ്ണി. ഇതിനെ തുടർന്നാണ് മുരിയാടിനെ സംഘർഷഭരിതമാക്കിയ നിരവധി സംഭവങ്ങൾ അരങ്ങേറിയത്. മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത് മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഒരു ബന്ധുവുമൊത്ത് ഒളിവിൽ കഴിയുമ്പോഴാണ് പ്രതിയെ അപ്രതീക്ഷിതമായി ഒളിസങ്കേതത്തിൽ കടന്നുചെന്ന് പോലീസ് പൊക്കിയത്. SHO മുഹമ്മദ് ബഷീറിനൊപ്പം ഉണ്ടായിരുന്ന GS CPO അനീഷ്, CPO സവീഷ് എന്നിവരുടെ സംഘം ഒരു കാരണവശാലും ഓടി രക്ഷപ്പെടാതിരിക്കുന്നതിനുള്ള മുൻകരുതലോടെ ഒളിസങ്കേതം വളഞ്ഞാണ് പ്രതിയെ വലയിലാക്കിയത്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും കീഴടങ്ങാൻ കൂട്ടാക്കാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് വളരെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ബന്ധുമിത്രാദികളുമായി ടെലിഫോൺ സംഭാഷണങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞിരുന്നതിനാൽ പോലീസിന്റെ അന്വേഷണം പ്രതിയുമായി സമ്പർക്കമുണ്ടായിരുന്ന ബന്ധുമിത്രാദികളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇതിനിടയിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ സ്പെഷ്യൽ ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്ന ബന്ധുവിന്റെ നീക്കങ്ങളാണ് പ്രതിയുടെ ഒളിത്താവളത്തിലേക്കുള്ള വഴി തുറന്നത്. ചോദ്യം ചെയ്യലിനു ശേഷം ചാലക്കുടി മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ പ്രതിയുടെ ദൃശ്യങ്ങളിലേക്ക്. ചോദ്യം ചെയ്യലിനു ശേഷം ചാലക്കുടി മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസം വരെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു. ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.